മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രീതിയിൽ വാല്യൂ ഉള്ള സാധനം. അത് കുറച്ച് ആൾക്കാർക്ക് സെർവ് ചെയ്താൽ തന്നെ അത്യാവശ്യം പൈസ ഉണ്ടാക്കാം. റീച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ വാല്യൂ ഉള്ള സാധനമാണെങ്കിലും ഒരുപാട് ആൾക്കാർക്ക് സെല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളാണ്, റീച്ചിൻ്റെ എക്സാമ്പിളാണ്. ₹1 പ്രോഫിറ്റ് ഉള്ള പെന്ന് നമ്മളൊരു 1 മില്യൺ ആൾക്കാർക്ക് സെല് ചെയ്ത് കഴിഞ്ഞാൽ 1 മില്യൺ പ്രോഫിറ്റാണ്. അതേപോലെ തന്നെ ഒരു 50,000 പ്രോഫിറ്റ് ഉള്ള ഒരു മെഷീനറി നമ്മൾ 20 ആൾക്കാർക്ക് സെല് ചെയ്ത് കഴിഞ്ഞാലും ഇതേപോലെ 1 മില്യൺ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഈ രണ്ടാമത്തെ കേസിൽ ഹൈ വാല്യൂ ആണ്, പക്ഷേ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കണുള്ളൂ. ഒന്നാമത്തെ കേസിൽ വാല്യൂ കുറവാണ്, കുറേ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് മില്യണേഴ്സ് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നത്. എന്നാൽ നമ്മൾ ഈ ലോകത്തെ ഏറ്റവും വലിയ ബില്യണേഴ്സിനും ട്രില്യണേഴ്സിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓല് ഇത് രണ്ടും കൂടിയും കമ്പൈൻ ചെയ്തുകൊണ്ടായിരിക്കും ഓല ബിസിനസ് വർക്ക് ചെയ്യേണ്ടവ. അതായത് ഓല് ഹൈ വാല്യൂ സാധനം ഒരുപാട് ആൾക്കാർക്ക് എത്തിക്കും. സിമ്പിൾ എക്സാമ്പിളാണ് ആപ്പിൾ. ഞാനൊരു +1 10 പഠിക്കുന്ന ടൈമിൽ എൻ്റെ ക്ലാസ്സിലുള്ളവരും അതുപോലെ കുറച്ച് സീനിയർമാരൊക്കെ ആയിട്ടുള്ളവരൊക്കെ ചെറുക്കന്മാരൊക്കെ കടന്ന് മുക്കിയിരുന്നു എന്ത് ഐഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട്. പണിയെടുത്ത് ഇല്ലാത്ത പൈസ എടുത്ത് പട്ടിണി കിടന്നാണ്ട് ആ പൈസ എടുത്താണ് എന്ത് ചെയ്യും 11 പ്രോയും അങ്ങനത്തെ ഹൈ എൻഡ് ഐഫോണുകളൊക്കെ വാങ്ങും ക്ലാസ്സിൽ കൊടുന്നാണ്ട് പൊളിയാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ അത് ഹൈ വാല്യൂ സംഭവങ്ങളാണ്. 1.5 ലക്ഷം രൂപ റേറ്റുള്ള സാധനങ്ങൾ ഡെയിലി സെയിൽസ് മില്യൺസ് ഓഫ് സെയിൽസാണ് നടക്കുന്നത്. അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കി. ഹൈ വാല്യൂ ഉള്ള 1.5 ലക്ഷത്തിൻ്റെയൊക്കെ സാധനം ഒരുപാട് ആൾക്കാർക്ക് മില്യൺസ് ഓഫ് ആൾക്കാർക്ക് ഒരേ സമയം സെല് ചെയ്യുമ്പോൾ എത്രത്തോളം റവന്യൂ കാര്യം ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക.